നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സമസ്തയ്ക്ക് പിന്നാലെ ഇപ്പോൾ AP വിഭാഗവും കൊച്ചി മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയെന്ന് കാന്തപുരം വിഭാഗം ഉറപ്പിച്ചു പറയുന്നു. വഖഫ് വിവാദം തീരാൻ ഒരൊറ്റ വഴി മാത്രമേ ഇനി മുന്നിലുള്ളൂ. വഖഫ് എന്ന പൊതുസ്വത്ത് വിറ്റ് കാശാക്കിയവരിൽ നിന്ന് പണം തിരിച്ചു പിടിക്കുക, എന്നിട്ട് കുടികിടപ്പുകാർക്ക് ആ പണം നൽകുക. AP സുന്നി വിഭാഗം എഴുത്തുകാരനും ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ OM തരുവണ എഴുതിയ ലേഖനത്തിലാണ് ഇക്കാര്യങ്ങൾ തുറന്നടിക്കുന്നത്. കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിൽ രൂക്ഷമായ ഭാഷയിലാണ് മുനമ്പത്തെ പ്രശ്നം അദ്ദേഹം ഉയർത്തുന്നത്. സമുദായത്തിന് അവരുടെ വഖഫ് സ്വത്തുക്കൾ തിരിച്ചു കിട്ടിയേ തീരൂ എന്ന് തരുവണ പറയുന്നു. മുനമ്പത്ത് മാത്രമല്ല, ചാവക്കാടും തലപ്പുഴയും സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും വഖഫ് സ്വത്തുക്കൾ കള്ളക്കച്ചവടം നടത്തിയിട്ടുണ്ട്. അവ മുഴുവൻ തിരഞ്ഞുപിടിച്ച് വീണ്ടെടുക്കണം. അതിന് സമഗ്രമായ അന്വേഷണവും നടപടികളും വേണം. വഖഫ് സ്വത്ത് വിറ്റ് കാശാക്കിയവരാണ് ഈ വിവാദത്തിലെ ശരിയായ പ്രതികൾ. വഖഫ് സ്വത്താണെന്നറിയാതെ നല്ല കാശ് കൊടുത്ത് വാങ്ങി കബളിപ്പിക്കപ്പെട്ട നിരപരാധികളെ തിരിച്ചുപിടിക്കുന്ന പണം ഉപയോഗിച്ച് മാന്യമായി പുനരധിവസിക്കണം. അവരെ പുനരധിവസിപ്പിക്കാൻ പഴയ തീരുവല മതിയാകില്ല എങ്കിൽ അന്തസ്സായ പുനരധിവാസത്തിന് ആവശ്യമായത് എത്രയോ അത്രയും അപഹർത്താക്കളിൽ നിന്ന് ഈടാക്കണമെന്നാണ് തരുവണ പറയുന്നത്. രാജ്യത്തെ നിയമമനുസരിച്ചും ഇസ്ലാമിക് നിയമങ്ങളനുസരിച്ചും വഖഫ് സ്വത്തുക്കൾ വിൽക്കാനോ അനന്തരമെടുക്കാനോ പാടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ്. മുനമ്പത്തും ചാവക്കാടും ഇനി വഖഫ് സ്വത്തുക്കൾ വീണ്ടെടുക്കുമെന്ന് കാന്തപുരം വിഭാഗം കൂടി പ്രഖ്യാപിക്കുമ്പോൾ രൂക്ഷമായ വിവാദങ്ങളിലേക്കാണ് ഇപ്പോൾ മുനമ്പം പ്രശ്നം മാറുന്നത്. നേരത്തെ മുനമ്പം ഭൂമി വിഷയത്തിൽ സമസ്തയിൽ രണ്ട് ചേരിയായി തിരിഞ്ഞ തർക്കം രൂക്ഷമായിരുന്നു. ഭൂമി വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന ലീഗ് വിരുദ്ധ ചേരിയുടെ നിലപാടിനെതിരെ മറുചേരി ശക്തമായ നിലപാടെടുത്തിരുന്നു. സമസ്ത ജോയിന്റ് സെക്രട്ടറി ഉമ്മർ ഫൈസി ഒരു സമ്മേളനത്തിൽ തങ്ങളുടെ നിലപാട് ആവർത്തിച്ചു. എന്നാൽ യുവജന വിഭാഗം നേതാവ് മുസ്തഫ മുണ്ടുപാറ പാർട്ടി പത്രത്തിൽ എഴുതിയ ലേഖനം വിവാദങ്ങൾ വിളിച്ചു വരുത്തി. മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണെന്നും അത് വിട്ടുകൊടുക്കാനാവില്ല എന്നും മുണ്ടുപാറ വ്യക്തമാക്കി. ഭൂമി അവിടെ താമസിക്കുന്നവർക്ക് തന്നെ വിട്ടുകൊടുക്കണമെന്ന മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനം അദ്ദേഹം തള്ളിക്കളഞ്ഞു. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്നും 1950 അത് വഖഫായതെന്നും സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം നേരത്തെ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. വഖഫ് സ്വത്ത് വിൽക്കാൻ പാടില്ല. അതറിയാതെ സ്ഥലം വാങ്ങിയവർക്ക് വിറ്റവരിൽ നിന്ന് വില തിരികെ വാങ്ങിക്കൊടുക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഉമർ ഫൈസി മുക്കത്തിന്റെ നിലപാടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അബ്ദുസമദ് പൂക്കോട്ടൂർ രംഗത്തെത്തി. സ്ഥലം വില കൊടുത്തു വാങ്ങിയവരുടെ കണ്ണീര് അവഗണിക്കരുതെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മുനമ്പം വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്തേണ്ടത് സമസ്ത നേതൃത്വമാണെന്നും ആരെങ്കിലും പൊതുയോഗത്തിലോ മറ്റോ അഭിപ്രായം പറയുന്നത് സമസ്തയുടെ നിലപാടായി പരിഗണിക്കരുത് എന്നുമായിരുന്നു അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞത്. വിഷയം കൂടുതൽ വർഗീയവൽക്കരിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് കളത്തിലിറങ്ങി. കോൺഗ്രസിന് കടിച്ചാൽ പൊട്ടാത്ത ഒരു കീറാമുട്ടിയായി മുനമ്പം പ്രശ്നം മാറിയ സാഹചര്യത്തിലാണ് പിന്തുണയുമായി മുസ്ലിം ലീഗ് എത്തിയത്. UDFിൽ വലിയ പൊട്ടിത്തെറികൾക്ക് ഇത് കാരണമാകുമെന്ന് PK കുഞ്ഞാലിക്കുട്ടിക്കും മുസ്ലിം ലീഗിനുമൊക്കെ വ്യക്തമായി അറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 1 വർഷം മാത്രം. അതിനു മുൻപ് ഇത്ര വലിയൊരു വിവാദം അത് പാർട്ടിയെ പിടിച്ചുലയ്ക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് മുസ്ലിം സംഘടനകളുടെ യോഗമെടുത്ത തീരുമാനത്തിൽ PK കുഞ്ഞാലിക്കുട്ടി നിലപാട് വ്യക്തമാക്കിയത്. എന്നാൽ മുസ്ലിം സംഘടനകളുടെ യോഗത്തിലും ഒരു ചതി ഒളിഞ്ഞു കിടന്നിരുന്നു. മുനമ്പത്തെ ഭൂമി അവിടെയുള്ളവർക്ക് വിട്ടുകൊടുക്കുക, പകരം കാസർഗോഡോ മറ്റെവിടെയെങ്കിലുമോ സർക്കാർ 400 ഏക്കർ ഭൂമി വഖഫായി അനുവദിക്കുക എന്നതായിരുന്നു മറുവശത്തുണ്ടാക്കിയ ഫോർമുല. എന്നാൽ മുനമ്പം ഭൂമി തിരിച്ചുപിടിക്കണം എന്ന ഒരേ വാശിയോടെ കൂടുതൽ വിഭാഗങ്ങൾ പുറത്തുവരുന്നു. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ കാന്തപുരത്തിന്റെ നിലപാടും. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പിണറായി വിജയനുമായി അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നയാളാണ്. ഇടതുപക്ഷവുമായി ചേർന്നു പോകുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും CPM അജണ്ടകളുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. സിറാജിൽ OM തരുവണ എഴുതിയ ലേഖനം ഇങ്ങനെ: വഖഫ് ഭൂമി തിരിച്ചു കിട്ടണം, ഇരകൾക്ക് നീതിയും. വഖഫ് ഭൂമിയുടെ ആധാരവും കൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ ചെന്നാൽ ഒരു രജിസ്ട്രാറും വിൽപ്പനാധാരം ചെയ്തു കൊടുക്കില്ല. മുനമ്പത്തെയും തലപ്പുഴയിലെയും ചാവക്കാട്ടെയും ഇരകൾക്ക് പിന്നെങ്ങനെ വഖഫ് ഭൂമി രജിസ്റ്റർ ചെയ്ത് കിട്ടി? അതേക്കുറിച്ചാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. ഒരു കാര്യം ഉറപ്പ്, വഖഫ് ഭൂമിയുടെ ഈ അനധികൃത കച്ചവടത്തിൽ മറ്റു പലർക്കും പങ്കുണ്ട്. ഇതിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനകളും നടന്നിട്ടുണ്ടാവാം. വഖഫ് വിവാദം തീരാൻ ഒറ്റ വഴിയേയുള്ളൂ. വഖഫ് എന്ന പൊതുസ്വത്ത് വിറ്റ് കാശാക്കിയവരിൽ നിന്ന് പണം തിരിച്ചു പിടിക്കുക. ഇവരാണ് ഈ വിവാദത്തിലെ ശരിയായ പ്രതികൾ. വഖഫ് സ്വത്താണെന്നറിയാതെ നല്ല കാശ് കൊടുത്തു വാങ്ങി കബളിപ്പിക്കപ്പെട്ട നിരപരാധികളെ തിരിച്ചുപിടിക്കുന്ന പണം ഉപയോഗിച്ച് മാന്യമായി പുനരധിവസിപ്പിക്കുക. പുനരധിവസിപ്പിക്കാൻ പഴയ തീരുവില മതിയാകുകയില്ല.
ഇപ്പോൾ അന്തസ്സായ പുനരധിവാസത്തിന് ആവശ്യമായത് എത്രയോ അത്രയും അപഹർത്താക്കളിൽ നിന്നും ഈടാക്കുക. മുനമ്പവും ചാവക്കാടും തലപ്പുഴയും മാത്രമല്ല, സംസ്ഥാനത്തുടനീളം ഇவ்விധം വഖഫ് സ്വത്തുക്കൾ കള്ളക്കച്ചവടം നടത്തിയിട്ടുണ്ട്. അവ മുഴുവൻ തിരഞ്ഞുപിടിച്ച് വീണ്ടെടുക്കണം. അതിന് സമഗ്രമായ അന്വേഷണവും നടപടികളും വേണം. വഖഫുകൾ സമുദായത്തിൻ്റെ പൊതുസ്വത്താണ്. രാജ്യത്തെ നിയമമനുസരിച്ചും ഇസ്ലാമിക നിയമമനുസരിച്ചും വഖഫ് സ്വത്തുക്കൾ വിൽക്കാനോ അനന്തരമെടുക്കാനോ പാടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ്. കുറ്റം ചെയ്തവരിൽ നിന്ന് തിരിച്ചു പിടിച്ചാൽ മാത്രമായില്ല, കുറ്റം ചെയ്തവരെ പ്രോസിക്യൂട്ട് ചെയ്യുകയും വേണം. 2 കാര്യങ്ങൾ കട്ടായം. വഖഫ് ബോർഡിൻ്റെ രേഖകളിൽ വഖഫായി രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഒരു ഭൂമിയുടെ പേരിലും ബോർഡ് നോട്ടീസ് അയക്കില്ല. വഖഫ് ഭൂമിയുടെ ആധാരവും കൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ ചെന്നാൽ ഒരു രജിസ്ട്രാറും വിൽപ്പന ആധാരം ചെയ്തു കൊടുക്കില്ല. മുനമ്പത്തെയും തലപ്പുഴയിലെയും ചാവക്കാട്ടെയും ഇരകൾക്ക് പിന്നെ എങ്ങനെ വഖഫ് ഭൂമി രജിസ്റ്റർ ചെയ്ത് കിട്ടി? അതേക്കുറിച്ച് ആദ്യം അന്വേഷിക്കണം. പ്രതിസ്ഥാനത്ത് വരുന്ന എല്ലാവരെയും വരിവരിയായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. നിയമപരമായി കൈമാറ്റം ചെയ്യാൻ വകുപ്പില്ലാത്ത വഖഫ് സ്വത്തുക്കളുടെ രജിസ്റ്റർ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തം. എങ്ങനെ സാധ്യതകൾ പറയാം? വഖഫ് ഭൂമിയുടെ പേരിൽ വ്യാജരേഖകൾ ചമച്ചിരിക്കാം. ആധാരത്തിലെ ഏതെങ്കിലും വകുപ്പുകൾ ദുർവ്യാഖ്യാനം ചെയ്തിരിക്കാം. നിയമം പച്ചയ്ക്ക് ലംഘിച്ച് ആധാരം ചെയ്തു കൊടുത്തിരിക്കും. എങ്കിൽ ആരാകും ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുക? 1. വഖഫ് സ്വത്ത് നോക്കി നടത്താൻ ചുമതലയേൽപ്പിക്കപ്പെട്ടയാൾ. 2. വഖഫ് ബോർഡ്. 3. ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർ. ഈ 3 കക്ഷികൾക്കിടയിൽ കുറ്റകരമായ ഗൂഢാലോചനയില്ലാത്ത കാര്യം നടക്കില്ല. ഇതിന് ഇടനിലക്കാരുമുണ്ടാകും. ക്രയവിക്രയം സാധ്യമല്ലാത്ത ഭൂമി ഒരാളും പണം കൊടുത്ത് വാങ്ങില്ല. അതിനാൽ ഇപ്പോഴത്തെ കൈവശക്കാർ കബളിപ്പിക്കപ്പെട്ടവരാണ്, നിരപരാധികളാണ്, ഇരകളാണ്. ജാതിയോ മതമോ ഏതായാലും അവർക്ക് നീതി കിട്ടണം. ബ്രാക്കറ്റിൽ റിസോർട്ടുകാരും ബാർ ഹോട്ടലുകാരുമല്ല. വഖഫ് ഭൂമിയിൽ മാത്രമല്ല, വഖഫ് ബോർഡിലും ചില കുടികിടപ്പുകാർ ഉണ്ടായിരുന്നു. അവരും അവരുടെ പാർട്ടിയും മാത്രമേ വഖഫ് ബോർഡിൻ്റെ അകം കാണൂ എന്നായിരുന്നു ഈ കുടികിടപ്പുകാരുടെ വിചാരം. മാറി മാറി വന്ന സർക്കാരുകളും വഖഫ് എന്നാൽ ഈ കുടികിടപ്പുകാരുടെയും അവരുടെ പാർട്ടിയുടെയും സ്വന്തം കാര്യമായി കണ്ട് അവഗണിച്ചു. നിലാവുണ്ടായിരുന്നത് നേരാണ്, നേരം വെളുത്തതും നേരാണ്, നിസാർ കമ്മീഷൻ വന്നതും നേരാണ്, ബോർഡിൻ്റെ ഓഫീസിൽ അപരിചിതർ വന്നതും നേരാണ്. ഇമാതിരി പുതിയ കുറേ നേരുകളാണ് ഇപ്പോൾ സുനാമിയായി ആർത്തലിച്ച് വന്നിരിക്കുന്നത്. വഖഫ് അപഹർത്താക്കൾ പരിഭ്രാന്തരാണ്. വിറ്റതൊന്നും വഖഫായിരുന്നില്ല എന്ന് പ്രചരിപ്പിക്കുന്നവരുടെ കണ്ണുകളിൽ സൂക്ഷിച്ചു നോക്കുക. ആ കണ്ണുകളിൽ ഭീതിയുടെ നിഴലാട്ടമുണ്ട്. സാമുദായിക സൗഹാർദ്ദം അപായപ്പെടുമെന്ന് ആശങ്കപ്പെടുന്നവരുടെ സ്വരപ്പകർച്ച ശ്രദ്ധിക്കുക. അതിൽ പേടിയുടെ ചുടുനിശ്വാസമുണ്ട്. തിരിമുറി നടത്തിയവർ കോർഡിനേഷൻ്റെ മറവിൽ ചകിതരായി പതിയിരിക്കുന്നുണ്ട്. സമുദായം ജാഗ്രത പാലിക്കണം. ഇരകൾക്ക് നീതി കിട്ടിയേ പറ്റൂ. അതേ ഊക്കിൽ അതേ സ്വരത്തിൽ പറയുക. സമുദായത്തിന് അവരുടെ വഖഫ് സ്വത്തുക്കൾ തിരിച്ചു കിട്ടിയേ പറ്റൂ. രണ്ടും ഒരേ നീതിയുടെ 2 പുറങ്ങളാണ്. രണ്ടും പരിഗണിക്കപ്പെടണം. രണ്ടാമത്തേതിൽ ആരും ഉരുളരുത്. വഖഫ് വിറ്റുതൊലച്ചവരെ നിഷ്കരണ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇരകളെ മാന്യമായി പുനരധിവസിക്കാൻ മതിയായത് ഇവരിൽ നിന്ന് പിടിച്ചെടുക്കണം. അതിന് കഴിയാതെ വന്നാൽ നിരപരാധികളെ സമുദായം സ്വന്തം ചെലവിൽ പുനരധിവസിപ്പിക്കണം. ഒടുവിൽ പറഞ്ഞത് നടപ്പാക്കുന്നതിന് മുൻപ് അപഹർത്താക്കളെ നുള്ളിപ്പെറുക്കിയെടുത്ത് നിയമത്തിന് മുന്നിൽ ഹാജരാക്കണം. വാൽക്കുറ്റി. 67 ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ പൊതുസ്വത്ത് എന്ന നിലയ്ക്ക് വഖഫുകളെ ആക്റ്റിൽ നിന്ന് നിഷ്പ്രയാസം ഒഴിവാക്കാമായിരുന്നു. അത് ചെയ്യേണ്ടവർ കമ്മ്യൂണിസ്റ്റുകാരുടെ ഔദാര്യത്തിൽ ആദ്യമായി കിട്ടിയ അധികാരത്തിൻ്റെ മധുനുകർന്ന് മയങ്ങിക്കിടന്നു. ഫലം സമുദായത്തിന് താങ്ങാവേണ്ട കോടികളുടെ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു. പട്ടിക്കാട് കോളേജിന് മാത്രം 3000 പറ ആദായം കിട്ടിയിരുന്ന ഭൂസ്വത്താണ് നഷ്ടമായത്. നഷ്ടമാകുമായിരുന്ന സ്വന്തം ഭൂസ്വത്ത് മോചിപ്പിക്കാൻ ഈ പ്രമാണിമാർ ഇഷ്ടദാനം കൊണ്ടുവരികയും ചെയ്തു. ഫറൂഖ് കോളേജിനെ ഉന്നം വെച്ച് തന്നെയാണ് തരുവണയുടെ ഈ ലേഖനം. എന്തായാലും കണക്കുകൂട്ടി തന്നെയാണ് ചില സംഘടനകൾ ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം. മറുവശത്ത് മുനമ്പത്തെ അലയൊലികൾ നിങ്ങൾ കാണുന്നില്ലേ? കൂടുതൽ ശക്തമാവുകയാണ് ഓരോ ദിവസവും ആ സമരവേദിയിലേക്ക് BJP നേതാക്കൾ മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആളുകൾ പിന്തുണയുമായി എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ കൃത്യമായ സമവായത്തിന് സർക്കാർ ഉടനടി ഇറങ്ങിത്തിരിച്ചില്ല എങ്കിൽ, മുനമ്പത്തുകാരുടെ കണ്ണീർ ഒപ്പിയില്ല എങ്കിൽ ഈ പ്രശ്നം കൈവിട്ടു പോകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.